2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ബീഫ് ഒലത്താൻ പോവാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ബീഫ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ബീഫ് കൊടുക്കുക ഈ വലുപ്പത്തിൽ മതി. ബീഫ് ഒരു 5-6 വെള്ളത്തിൽ നല്ല വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കുക. ഇനി 7 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കും. ചെറിയുള്ളി ഒരു 250, ഒരു 100 പച്ചമുളക്, ഒരു 100 ഗ്രാം ഇഞ്ചി, ഒരു 100 ഗ്രാം വെളുത്തുള്ളി. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിയാം. എന്തിനാണെന്നറിയോ? പെട്ടെന്ന് മൊരിയാൻ വേണ്ടിയിട്ടാട്ടോ. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാം. ഒരു 3/4 മണിക്കൂർ സമയമായിട്ടുണ്ട്. ബീഫ് എന്തായി നോക്കാം. ബീഫെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചിയൊക്കെ വാട്ടാം. ഒരു 2 തവി വെളിച്ചെണ്ണ, ഒരു അരമുറി തേങ്ങാക്കൊത്ത്, 1 സ്പൂൺ പെരിഞ്ജീരകം, നല്ലോണം മുരിയണം. ചെറിയ ഉള്ളി 250, ഇനി നന്നായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, നല്ലോണം മുരിയണം. ഇനി പച്ചമുളക് 2ആയിട്ട് കീറി നല്ല രീതിയിലൊന്ന് മുരിയട്ടെ. ഒരു 3 തണ്ട് കറിവേപ്പില, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പൊ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ഇന്ന് നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. ഒരു ബീഫ് മസാല ഒരു 4 സ്പൂണ്,
മുളക് പൊടി ഒരു 2 സ്പൂൺ. നല്ലവണ്ണം ഇളക്കണം. മസാലേൻ്റെ പച്ച മണം മാറുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചോണ്ട്. ഈ വെന്ത ബീഫിലേക്ക് ഇനിയിപ്പം നമ്മൾ മൊരിച്ചു വെച്ച മസാലയെല്ലാം കൂടെ ചേർക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇടാൻ പോവാണ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ പുറത്തുകൂടെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം നടച്ചു വെക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. നല്ല മണം, കരിയാപ്പിലേൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ബീഫ് വലത്തിയത് റെഡി ആയിട്ടുണ്ട്. എന്താ മണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കപ്പയും ബീഫ് വലത്തിയത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റർമാർ റെഡിയായി നിൽപ്പുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ഈ പാത്രത്തിലേക്ക് കോല. ഇനി കപ്പ നമുക്ക് ഇലയിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഉണ്ട്. ഉപ്പെല്ലാം കറക്റ്റ് അല്ല? ഉപ്പ് വരുവെല്ലാം കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ്. ബീഫിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ജ്യൂസിലാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. കപ്പ നല്ല സോഫ്റ്റും ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.